എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. റാപ്പർ വേടനെതിരെ വീണ്ടും പീഡന പരാതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതി. വീണ്ടും നിങ്ങളോ? എത്ര പേരാണ് പരാതിയുമായി വന്നിരിക്കുന്നത്? എന്നിട്ട് 2 യുവതികളാണ് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത്. നാറ്റ കേസ്. ഇത് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണമെന്നുള്ളതായിരുന്നു 2 യുവതികളുടെയും ആവശ്യം. എങ്ങനെ സാധിക്കുന്നു? പുറത്തും പിടിയും കിട്ടുന്നു. പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് ഇന്നല്ലേ അവിടുത്തെ തടവുകാര രോഗം മരണം ഇടിയിട്ടുള്ള കേട്ടുള്ളത്. സത്യം. അയ്യോ, ഞാൻ പിടിപ്പിക്കില്ല സാർ. ഈ 2 പരാതികളാണ്. 2020 ദളിത് സംഗീതത്തിൽ ഗവേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ സഹായം ചെയ്ത് നൽകണമെന്ന് വിളിച്ച പിന്നീട് ബന്ധം ഉണ്ടാക്കി പലതവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി. മറ്റൊരു പരാതി വേറൊരു യുവതിയാണ് നൽകിയിരിക്കുന്നത്. ഒരു സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്റെ കലാപരിപാടികൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വേടൻ ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് പീഡിപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പരാതി. 2 പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ അത് DGPക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അതിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഏറ്റവും പ്രധാനമായും വനിതാ ഡോക്ടറുടെ പരാതിയിൽ, പീഡന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. വേടൻ ഇപ്പോൾ ഒളിവിലാണ്. ഇന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതികൾ ഉയരുന്നത്. നീ അറിഞ്ഞ ഞാൻ പിന്നെ പറ്റൂ. നമുക്ക് തിരിച്ച് പാലയിലേക്ക് പോകാം. ഞാൻ പോയി വരട്ടെ മക്കളെ. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. എല്ലാം പറഞ്ഞ പോലെ അല്ല പറഞ്ഞു തീർന്നില്ല.